നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹി. പട്ടാമ്പിയിൽ കഞ്ചാവ് വേട്ട. 7 കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് ബാഗിൽ കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. ചെർപ്പശ്ശേരിയിൽ SIക്ക് പട്ടാളക്കാരന്റെ മർദ്ദനം. മാങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ അതിക്രമം കാണിച്ചത് തടയാനെത്തിയപ്പോഴാണ് സംഭവം. കരസേനയിൽ ദഫേദാർ ക്ലർക്കായ കോങ്ങാട് പെരിങ്ങോട് സ്വദേശി സുരേഷിനെ അറസ്റ്റ് ചെയ്തു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക കൂടും. വാടക നിരക്കിൽ ഒക്ടോബർ 1 മുതൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ. വിധവാ പെൻഷനായി ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു വയോധിക. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ 60-കാരിയായ വസന്തകുമാരിയാണ് അർഹതപ്പെട്ട പെൻഷൻ ലഭിക്കാതെ വലയുന്നത്. നേരത്തെ കിട്ടിയിരുന്ന പെൻഷൻ 2025 ജനുവരി മുതൽ കിട്ടിയിട്ടില്ലെന്ന് വസന്തകുമാരി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൂടുതൽ സംവിധാനമൊരുക്കി ചെർപ്പശ്ശേരി നഗരസഭ. പുതിയ RRF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി MP രാജേഷ് നിർവഹിക്കും. നഗരസഭയെ അതിദരിദ്ര മുക്ത നഗരസഭയായി മന്ത്രി പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ് മോഷണം. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരവും മറ്റ് 2 ഭാഗത്തെ ഭണ്ഡാരങ്ങളും തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. കവർച്ചയ്ക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്ന മടവാളും നാളികേരം പൊതിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാരയും ക്ഷേത്രക്കുളത്തിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഭണ്ഡാരങ്ങൾ തകർന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഒരു ഭണ്ഡാരത്തിന് സമീപത്തുനിന്ന് പൂട്ടും തകർന്ന നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പിയിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പട്ടാമ്പി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 7.870 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. ഒഡീഷ സ്വദേശി 39-കാരനായ അഭിനാസ് ബല്യാർ സിംഗ് ആണ് പിടിയിലായത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കഞ്ചാവിന്റെ ഉറവിടം ഉൾപ്പെടെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെർപ്പശ്ശേരി ഗ്രേഡ് SI ജോസഫിന് പട്ടാളക്കാരന്റെ മർദ്ദനം. മാങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ആശുപത്രിയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ SIയെയാണ് ലാത്തി കൈക്കലാക്കി പട്ടാളക്കാരൻ മർദ്ദിച്ചത്. സംഭവത്തിൽ കരസേനയിൽ ദഫേദാർ ക്ലർക്കായ കോങ്ങാട് പെരിങ്ങോട് ഊരമ്മേടത്ത് ഹൗസിൽ 36-കാരനായ സുരേഷിനെ അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യയെ കാണണമെന്ന് പറഞ്ഞാണ് കരസേനയിൽ ദഫേദാർ ക്ലർക്കായ സുരേഷ് പുലർച്ചെ 3 മണിയോടെ എത്തിയത്. 4 മാസമായി ഇയാൾ ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്നെന്നും പോലീസ് പറയുന്നു. ഭാര്യ കാണാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഭാര്യ ജോലി ചെയ്യുന്ന ലേബർ റൂമിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും വാതിൽ ചവിട്ടിപ്പൊളിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് ചെർപ്പശ്ശേരിയിലെ ഗ്രേഡ് SI ജോസഫ് സ്ഥലത്തെത്തിയത്. ഇയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ നിലത്ത് വീണ SIയുടെ ലാത്തിയെടുത്ത് SIയെ ഇയാൾ മർദ്ദിക്കുകയാണുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനുശേഷം ബൈക്കോടിച്ച് സമീപത്തെ റബ്ബർ കാട്ടിലേക്ക് രക്ഷപ്പെട്ട സുരേഷിനെ കൂടുതൽ പോലീസെത്തി 1.5 മണിക്കൂറോളം റബ്ബർ കാട്ടിൽ തിരച്ചിൽ നടത്തിയാണ് പിടികൂടിയത്. പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനും ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിന് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചും 2 കേസുകൾ ഇയാളുടെ പേരിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക കൂടും. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക്ഹോ, എക്സ്കവേറ്റർ, ക്രെയിൻ, ടിപ്പർ വാഹനങ്ങളുടെ വാടക നിരക്കിൽ ഒക്ടോബർ 1 മുതൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ മേഖലയിൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 30 വർഷമായെങ്കിലും പഴയ നിരക്കിൽ തന്നെ വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. വാഹനങ്ങളുടെയും മെഷീനറികളുടെയും മറ്റ് അനുബന്ധ സാമഗ്രികളുടെയും വില വർദ്ധിച്ചു. സ്പെയർ പാർട്സിനും ടയറിനും ഇന്ധനത്തിനും മറ്റും വില 10 മടങ്ങ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ വാടക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് മൂലവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം മെഷീനറികളിൽ വന്ന മാറ്റം മൂലം മെഷീനറികളെല്ലാം വർദ്ധിച്ച വിലവർദ്ധനവ് നടത്തിയിരിക്കുകയാണ്.
ഇതുകൂടാതെ ഇന്ധനവില, തൊഴിലാളികളുടെ വേതനം, സ്പെയർ പാർട്സ്, ഇൻഷുറൻസ്, റോഡ് നികുതിയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഈ തൊഴിൽ മേഖല ഉണ്ടായിരുന്ന ഈ നിരക്കുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് വാടക വർധനവ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. അതിനാൽ ഒക്ടോബർ 1-ാം തീയതി മുതൽ സംഘടന വാടക വർധനവ് തീരുമാനിച്ചിരിക്കുകയാണ്, മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട്. അതുപോലെ സർക്കാർ തലത്തിലെ പെർമിറ്റുകൾ കൃത്യമായി ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരമായതുകൊണ്ട് വാടക വർധനവല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതായത് ഇപ്പോൾ വാടക വർധനവ് അനിവാര്യമായിട്ടുള്ളത്. ഇതില് ഒരു JCB ബാക്ക്ഹോൾ ഓർഡറിന് 1400 രൂപ ഒരു മണിക്കൂറിന്. അപ്പോൾ 10% മുതൽ 20% വാടക വർധനവ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ വേതനവും 10 മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും ഓടുന്നതിലെ സമയ നിയന്ത്രണങ്ങളുമെല്ലാം ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സംസ്ഥാനമൊട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് ഒക്ടോബർ 1 മുതൽ പുതിയ വാടക നിരക്ക് നിലവിൽ വരുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 10% മുതൽ 20% വരെയാണ് വർധന. പുതിയ നിരക്ക് മറ്റ് മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്ക് ഹോൾ ലോഡറുകൾക്ക് 1400 രൂപയിൽ നിന്ന് 1600 രൂപയായും മിനി എക്സ്കവേറ്ററുകൾക്ക് 1200 രൂപയിൽ നിന്നും 1400 രൂപയായും വർദ്ധിക്കും. മറ്റെല്ലാ മെഷീനറികൾക്കും 10% മുതൽ 20% വരെ വർധനവ് ഉണ്ടായിരിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സമീർ ബാബു, ജില്ലാ പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ, സെക്രട്ടറി നജമുദ്ദീൻ തൃപ്പനച്ചി, ട്രഷറർ രഘുനാഥ് വാണിയമ്പലം എന്നിവർ പങ്കെടുത്തു. ചെർപ്പശ്ശേരി നഗരസഭ നിർമ്മിച്ച പുതിയ RRF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ടൗണിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കുമെന്ന് നഗരസഭാ ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പിന്തുണ നൽകുന്നതിനായി ചെർപ്പശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച RRF കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. ഇതോടൊപ്പം ചെർപ്പശ്ശേരി ടൗണിന്റെ സമ്പൂർണ്ണ നിരീക്ഷണത്തിനായി സ്ഥാപിച്ച 14 ക്യാമറകളുടെ ഉദ്ഘാടനവും സമ്പൂർണ്ണ അതിദരിദ്ര മുക്ത നഗരസഭയായി ചെർപ്പശ്ശേരി നഗരസഭയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടക്കും. വൈകിട്ട് 5 മണിക്ക് EMS ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വിശിഷ്ടാതിഥിയാകും. P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് 2ാം സ്ഥാനത്തും കേരള സംസ്ഥാനത്ത് 50,000 ജനസംഖ്യയുള്ള നഗരസഭകളിൽ 5ാം സ്ഥാനവും നേടിക്കൊണ്ട് നമ്മൾ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞ സമയത്താണ് ഈ RRF ഞങ്ങൾ ഉദ്ഘാടനത്തിന് തയ്യാറായി വിട്ടുള്ളത്. അതുപോലെ തന്നെ CCTV ആണെച്ചാലും 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മഞ്ചക്കൽ മുതൽ 26 കൂടിയും കച്ചേരിക്കുന്ന് ഹൈസ്കൂളിലോട്, ഒറ്റപ്പാലനോട്, EMS റോഡ് അടക്കം AKG റോഡൊക്കെ എല്ലാം അടങ്ങുന്ന പ്രദേശത്ത് 14 പോയിൻറ്റിൽ നല്ല പവറുള്ള ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അത് മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ഉപകാരപ്രദം ആവുന്ന ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റ് ടൗണിൽ ആര് വന്നു പോകാണെച്ചാലും കാണുന്ന രീതി അത്തരത്തിലുള്ള ക്യാമറകളും സ്ഥാപിച്ചുകൊണ്ടാണ് CCTV സ്ഥാപിച്ചിട്ടുള്ളത്. തന്നെ 137 അതിദരിദ്രരാണ് നമ്മളെ നഗരസഭയിൽ കണ്ടെത്തിയിരുന്നത്. ആ 137 പേരെ കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയൊരു മൈക്രോ പ്ലാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയ്ക്ക് അവരെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കുന്ന പ്രവൃത്തി ഞങ്ങൾ ഏറ്റുള്ളത്. പശു വളർത്താൻ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു, ആട് വളർത്തണമെന്ന് പറഞ്ഞ സഹായത്തിനുണ്ടായിരുന്നു, ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ മേഖലയിലുള്ള 20 പേരെക്കും അത്തരത്തിലുള്ള സഹായവും നൽകിക്കൊണ്ടാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യമില്ലാത്ത നഗരസഭ എന്ന പ്രഖ്യാപനം മറ്റന്നാൾ മന്ത്രി നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ സെക്രട്ടറി VT പ്രിയ, വൈസ് ചെയർപേഴ്സൺ C കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP സമീജ്, KT പ്രമീല, സഫന പാറക്കൽ, VT സാദിഖ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിധവാ പെൻഷനായി കണ്ണീരോടെ ഓഫീസുകൾ കയറിയിറങ്ങി വയോധിക. അധികൃതർ കണ്ണു തുറന്നതേയില്ല. സാമ്പത്തിക ദുരിതങ്ങൾക്കിടയിൽ വാടക വീട്ടിൽ കഴിയുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലെ കുന്നപ്പള്ളിയിലെ വസന്തകുമാരിയാണ് മാസങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്.
ഇതുവരെയും മുനിസിപ്പാലിറ്റിക്കാർ എന്നെ തളർത്തിയിടുക എന്നല്ലാതെ എനിക്ക് അർഹതപ്പെട്ട പണം ഇവര് തരാതെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇവര് പറയണ 60 വയസ്സായി, ഇനി 60 വയസ്സ് ഉള്ള പെൻഷൻ വാങ്ങിച്ചാൽ പോരെ, ഇതുവരെയുള്ള പെൻഷൻ എന്തിനാ ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഓരോ തരത്തിലും എന്നെ വേദനിപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാരെ എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ വാടക വീട് പോലും കിട്ടാൻ പറ്റാത്ത തരത്തിൽ ഞാൻ മുനിസിപ്പാലിറ്റിക്കാരെത്തുന്നത് എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ 60 വയസ്സോളം ഞാൻ വാടകയ്ക്ക് താമസം ജീവിക്കാൻ, മരുന്ന് വാങ്ങിക്കാൻ, നിത്യചെലവിൻ്റെ കാര്യങ്ങൾ എല്ലാം വേദന അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷം ആത്മഹത്യ ചെയ്യാതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി എല്ലാവരും എൻ്റെ പ്രയാസങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ പ്രശ്നം തീർത്തു തരാൻ ഒരു തെളിഞ്ഞ വളർത്തായി എനിക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എൻ്റെ മുന്നിൽ എനിക്ക് കാണുന്നത്. നിങ്ങളത് പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ. മുനിസിപ്പാലിറ്റിക്കാർ ചെയ്തെല്ലാം തെറ്റാണ്, ഇതുവരെ ചെയ്തെല്ലാം തെറ്റാണ്. അവർ എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ സംസാരിക്കാൻ, നേരിട്ട് ഇന്ന് സംസാരിക്കാൻ വരാത്തത്? ഫോണിൽ കൂടെ ഓരോരുത്തരും വിളിക്കുമ്പോഴും ഓരോ തരത്തിലും കള്ളത്തരങ്ങൾ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചുപോയി ആ പ്രശ്നം തീരുന്നതാണ് അവരുടെ ആവശ്യം. ഞാൻ മരിക്കില്ല. എനിക്ക് എൻ്റെ ഒരു കൊച്ചു മോനുണ്ട്, 20 വയസ്സായ മോനുണ്ട്. ഞാൻ അവന് വേണ്ടിയിട്ട് എനിക്ക് പറ്റാവുന്ന തരത്തിൽ എന്തെങ്കിലും പണിയെടുത്ത് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് എന്നാലും അർഹതപ്പെട്ട പണം എനിക്ക് കിട്ടിയേ പറ്റൂ. തൻ്റെ മുടങ്ങിക്കിടക്കുന്ന തനിക്ക് അർഹതപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കണമെന്ന് 60-കാരിയായ വസന്തകുമാരിക്ക് നിർബന്ധമാണ്. ഇതിനായി അക്ഷയ സെൻറ്റർ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ വസന്തകുമാരി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. തടസ്സങ്ങൾ ഓരോന്നായി പരിഹരിച്ചു വന്നിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. വസന്തകുമാരി തൻ്റെ വേദന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു. കാരണം ഞാൻ കൃത്യമായും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. പുനർവിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2015 മുതൽ 17 വരെ കിട്ടിയത്. 18, 19, 20 കിട്ടിയില്ല. 21, 22, 23, 24 കിട്ടി. അതിലിടയ്ക്ക് മാസങ്ങളിൽ കിട്ടിയിട്ടില്ലെങ്കിലും ആ വർഷങ്ങളിൽ കിട്ടി. 25 പിന്നീട് തീരെ കിട്ടിയില്ല. 25 8-ാം മാസം വരെ മസ്റ്ററിങ് ചെയ്തിട്ടും മുനിസിപ്പാലിറ്റിക്കാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എടുക്കാൻ കിട്ടാത്തത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പോയി മടുത്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് പോയി ചോദിച്ചപ്പോഴേ മസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മസ്റ്ററിങ് ചെയ്ത കോപ്പി കാണിച്ചു കൊടുത്തപ്പോഴേ ഇനിയും മസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ മാസങ്ങളിൽ 2 മാസം മുമ്പ് ആ മസ്റ്ററിങ് ചെയ്യണം പറഞ്ഞ അക്ഷയയിൽ കൂടെ എല്ലാം പോയപ്പോഴും മസ്റ്ററിങ് ചെയ്യുന്ന അക്ഷയയിലെല്ലാം തടസ്സം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും എന്തിനാണ് തടസ്സം ചെയ്ത് വെച്ചിരുന്ന അപേക്ഷകൾ ഓരോരുത്തരോട്ടും വിളിച്ചു ചോദിക്കുമ്പോഴും ഈ കമ്പ്യൂട്ടറിൽ കൂടെ ദിവസം ഇവിടെ കമ്പ്യൂട്ടറിൽ കൂടെ രേഖകൾ മാറ്റി ഓരോ തരത്തിലും രേഖകൾ കമ്പ്യൂട്ടറിൽ കൂടെ ഉണ്ടാക്കുക. പാതായിക്കര വില്ലേജ് ഓഫീസിൽ പോയി എനിക്ക് പാതായിക്കര വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ കോപ്പി എനിക്ക് തരണം പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ നേരിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന്. കാരണം 24 ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന ദുരിതങ്ങളിൽ വാർഡ് മെമ്പറായ നസീറ ടീച്ചറായിരുന്നു ആ വാർഡ് മെമ്പർ. ആ നസീറ ടീച്ചറോട് എൻ്റെ കഷ്ടപ്പാടും ആ ബുദ്ധിമുട്ടുകളും വാടക വീട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ആ വാർഡ് മെമ്പർ സഹകരിച്ചില്ല. വെള്ളം കിട്ടാതായപ്പോൾ ആ വീടിൻ്റെ ചുറ്റുഭാഗത്തും 7 വീട്ടുകളിലും കൂടെ പോയിട്ടായിരുന്നു ഞാൻ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതും വീട് മുടക്കിയിട്ടു. അങ്ങനെ നിവർത്തിയോടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷകൾ എഴുതി. ആ അപേക്ഷ വില്ലേജ് ഓഫീസർക്ക്, പാതായിക്കര വില്ലേജ് ഓഫീസർക്ക്, മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തപ്പോൾ അത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ എനിക്ക് രേഖ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. 20 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്ത് നേരത്തെ കൊടുത്ത ധനകാര്യമന്ത്രിയുടെ ആ പേപ്പറും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പേപ്പറുമായി സെക്രട്ടേറിയറ്റിൽ പോയി ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആ പ്രവീൺ പറഞ്ഞ സാറെ നേരിട്ട് കണ്ട് ആ സാറ് പാതായിക്കര വില്ലേജ് ഓഫീസറെ വിളിച്ചു പറഞ്ഞു. നേരിട്ട് അപേക്ഷ എന്നിട്ട് എന്തുകൊണ്ടാണ് മറുപടി കൊടുക്കാനത്, അവർക്ക് മറുപടി കൊടുക്കണം പറഞ്ഞു. ശരി, കൊടുക്കാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് വീണ്ടും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വിളിക്കുമ്പോൾ ഫോൺ കിട്ടില്ല, വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കാണില്ല. ഒടുവിൽ ഞാൻ തഹസിൽദാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് മറുപടി കിട്ടാൻ വഴിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടറി ഓഫീസിൽ പോയി നേരിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ തഹസിൽദാർ ഒരു കോപ്പി തന്ന് വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ആ പഴയ വില്ലേജ് ഓഫീസർ പോയി പുതിയ വില്ലേജ് ഓഫീസർ ആ പേപ്പർ വന്നു. അത് ഞാൻ അപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ പോയി ആ റെസീറ്റ് വാങ്ങിച്ചു. എന്നിട്ടും കിട്ടാൻ വഴിയില്ല. നേരിട്ട് കലക്ടർ ഓഫീസിൽ പോയി കലക്ടർ ഓഫീസിൽ നിന്ന് എനിക്ക് ഇനി ഇവിടെ നിന്നാണ് മറുപടി കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ കലക്ടർ ഓഫീസിൽ നിന്ന് ആ രേഖകൾ വാങ്ങിച്ചു. ഇന്ന് വരെയും മുനിസിപ്പാലിറ്റിക്കാർ എന്നെ തളർത്തിയിടുക എന്നല്ലാതെ എനിക്ക് അർഹതപ്പെട്ട പണം ഇവർ തരാതെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഇവർ പാലക്കാട് കോങ്ങാടായിരുന്നു താമസം. വസന്തകുമാരിയെയും മക്കളെയും ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. ശേഷം ഇവരും മക്കളും പെരിന്തൽമണ്ണ നഗരസഭയിലെ കുന്നപ്പള്ളിയിൽ താമസമാക്കിയതാണ്. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള മുഴുവൻ രേഖകളും ഇപ്പോൾ മഞ്ചേരി നഗരസഭയിലെ മേൽവിലാസമാണ്. 2021 മുതൽ 2024 വരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ 2025 ജനുവരി മുതൽ കിട്ടിയിട്ടില്ല. ഏപ്രിൽ മാസം മുതൽ പെരിന്തൽമണ്ണ നഗരസഭ ഓഫീസ് കയറിയിറങ്ങുന്ന വസന്തകുമാരിയോട് നഗരസഭാ അധികൃതർ ആദ്യം പറഞ്ഞത് അക്ഷയ സെൻറ്റർ വഴി മസ്റ്ററിംഗ് ചെയ്യാനാണ്.
മസ്റ്ററിംഗ് ചെയ്യാനായി അക്ഷയയിൽ എത്തിയപ്പോൾ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. 3 മാസം വില്ലേജ് ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റിനായി കയറിയിറങ്ങിയിട്ടും ലഭിച്ചില്ല. ഒടുവിൽ തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിൽ പരാതി നൽകി. തുടർന്ന് വില്ലേജ് ഓഫീസറോട് ആവശ്യമായ രേഖകൾ നൽകാൻ കളക്ടർ നിർദ്ദേശം നൽകി. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സെപ്റ്റംബർ വരെയുള്ള മസ്റ്ററിംഗും പൂർത്തിയാക്കിയിരുന്നു. ഈ രേഖകളെല്ലാമായി നഗരസഭയിലെത്തിയപ്പോൾ പാലക്കാട് ജില്ലക്കാരിയായ വസന്തകുമാരി അവിടെയുള്ള പഞ്ചായത്തിലാണ് രേഖകൾ നൽകേണ്ടത് എന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ 2010 ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഇവർ 2021 മുതൽ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായി പെരിന്തൽമണ്ണയിലാണ് സ്ഥിരതാമസമെന്ന വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും 2025 പെൻഷൻ ഇപ്പോഴും തടഞ്ഞുവച്ചിരിക്കുകയാണ്. 2015 വിധവയായ വസന്തകുമാരിക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത്. 2017 വരെ പെൻഷൻ കിട്ടിയെങ്കിലും പിന്നീട് 2018, 2019, 2020 വർഷങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചില്ല. വാർദ്ധക്യത്തിലെ അവശതകളും സാമ്പത്തിക പ്രയാസവും അവഗണിച്ച് ഓഫീസുകൾ കയറിയിറങ്ങിയാണ് 2021 വീണ്ടും പെൻഷൻ ലഭിച്ചത്. 2021, 2022, 2023, 2024 വർഷങ്ങളിൽ പെൻഷൻ കൃത്യമായി ലഭിച്ചു. 2018 മുതലുള്ള 3 വർഷത്തെയും 2025 മുടങ്ങിയ പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് വസന്തകുമാരിയുടെ ആവശ്യം. ഇതിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് വഴിയാണ് വസന്തകുമാരിക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയത്. എന്നാൽ ക്ഷേമ പെൻഷൻ ഇനിയും കിട്ടിയിട്ടില്ല. കുന്നപ്പള്ളിയിൽ 19 വയസ്സുള്ള മകനൊപ്പം താമസിക്കുന്ന തനിക്ക് അവകാശപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കുന്നതിനായി പോരാട്ടം തുടരുമെന്നാണ് വസന്തകുമാരി പറയുന്നത്. 2025 ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടേയില്ല. ഈ വൃദ്ധയായ വിധവയുടെ കണ്ണീർ കാണാതെ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അധികൃതർ. ശ്രീകൃഷ്ണപുരത്തെ മൃഗാശുപത്രിയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിൽ രാത്രികാല സേവനത്തിന് അമിത ഫീസ് ഈടാക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴി ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പകപോക്കൽ രാഷ്ട്രീയം നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം. മനുഷ്യാവകാശ ലംഘനം നടത്തിയ ആ പോലീസുകാർക്കെതിരെ സമരം ചെയ്തിട്ട് കോടതിയിൽ വ്യവഹാരം നടത്തിയിട്ട് അങ്ങനെയുള്ള ആ സുജിത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും നേതാക്കന്മാരും തന്നെയാ ഇവിടെ ശ്രീകൃഷ്ണപുരത്തുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ മണികണ്ഠനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അവസാനിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കർഷക കോൺഗ്രസും മണികണ്ഠന്റെ കൂടെ ഉള്ളിടത്തോളം കാലം മണികണ്ഠനെതിരെ കൃത്രിമമായി നിങ്ങൾ നിർമ്മിച്ചെടുത്ത രൂപപ്പെടുത്തിയ ഒരു കേസ് നിലനിൽക്കില്ല. നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടാനുള്ള ആർജവമുള്ളവരാണ് ഞങ്ങൾ. ഭരണം മാറുന്ന കാലം അതിവിദൂരമല്ല. കേരളത്തിൽ 9.5 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ, കർഷകരടക്കമുള്ള, ഞാൻ കാർഷിക മേഖലയുടെ വക്താവാണ്, കർഷക കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. കർഷകർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലം നൽകിയ വാഗ്ദാനങ്ങളല്ലാതെ പാലിച്ച വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഒന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷനായി. സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം, പി ഗിരീശൻ, ഓമന ഉണ്ണി, കെ രാമകൃഷ്ണൻ, വി എൻ കൃഷ്ണൻ, പി സി കുഞ്ഞിരാമൻ, സുരേന്ദ്രൻ തരൂർ, ചിങ്ങനഴി ഭാസ്കരൻ, മോഹനൻ, ഉണ്ണി പട്ടാമ്പി, ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലം നവോദയ പാടത്ത് ഒരുക്കിയ വാക്ക്വേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് ഉദ്ഘാടനം ചെയ്തു. മനോഹര കാഴ്ചയായ പച്ചപ്പ് നിറഞ്ഞ പാടശേഖരത്തിന് മധ്യത്തിലൂടെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വർണ്ണത്താൽ ഇരുമ്പുവേലി തീർത്തും ചെടികൾ വച്ചും ഇരിപ്പിടങ്ങളൊരുക്കിയുമെല്ലാം നഗരസഭ ഇവിടെ സൗന്ദര്യാത്മകമാക്കി മാറ്റുകയായിരുന്നു. എരവിമംഗലം നവോദയ പാടശേഖരത്തെ പെരിന്തൽമണ്ണ നഗരസഭയുടെ വാക്ക്വേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ്. നാട്ടിൻപുറത്തെ ഈ മനോഹാരിത കാണാൻ ദിനേന വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് എരവിമംഗലത്ത് എത്തുന്നത്. പാടശേഖരത്തിന് മധ്യത്തിലൂടെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വർണ്ണത്താൽ പൂശിയ ഇരുമ്പുവേലി തീർത്തും ചെടികൾ വെച്ചും ഇരിപ്പിടങ്ങൾ ഒരുക്കിയുമെല്ലാം നഗരസഭ ഇവിടം സൗന്ദര്യാത്മകമാക്കി മാറ്റുകയായിരുന്നു. പ്രഭാത നടത്തക്കാർക്ക് നടത്തത്തിനൊപ്പം മറ്റ് വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മിനി ഓപ്പൺ ജിം സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സായാഹ്നങ്ങൾ വിനോദ നിമിഷങ്ങളാക്കാൻ ഈ വയലോരം എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും.
ഇവിടം വൈദ്യുതീകരണം കൂടി പൂർത്തിയാക്കി. റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകൾ രാത്രി സമയത്ത് മനോഹാരിത മറയ്ക്കാതെ വയലോരത്തെ പ്രകാശപൂരിതമാക്കും. നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ പി ഷാജി വാക്ക്വേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിനെത്തിയ ജനാവലി പദ്ധതിയുടെ പ്രാധാന്യത്തെയും സ്വീകാര്യതയെയുമാണ് വിളിച്ചോതുന്നതെന്നും ഇത് യാഥാർത്ഥ്യമാക്കി നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ചെയർപേഴ്സണും കൗൺസിലറുമായ പി ഷാജി പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ എ നസീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരക്ക് പിടിച്ച ജീവിതക്രമങ്ങൾക്കിടയിലാണ് ആളുകൾ. ഇതിനിടയിൽ ആയാസ നിമിഷങ്ങൾക്കായൊരിടം ജനങ്ങൾക്കായി ഒരുക്കിയ അഭിമാന നിമിഷത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ മേലെ പുഞ്ചപ്പാടത്ത് അംഗൻവാടിക്ക് സമീപം അപകട വളവുകൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടം അംഗൻവാടിക്ക് സമീപം കാറും പിക്കപ്പും തമ്മിൽ ഇടിച്ച് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഇതുപോലെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റോഡിൻ്റെ നിർമ്മാണ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതിനാലാണ് അപകടങ്ങൾ പെരുകുന്നതെന്ന് പൂക്കോട്ടുകാവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ പറഞ്ഞു. വാഹനയാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാരായ നാരായണൻകുട്ടി കൊറ്റിയോട്ടിൽ, രമേശ് പുഞ്ചപ്പാടം എന്നിവർ അഭിപ്രായപ്പെട്ടു. അശാസ്ത്രീയത പരിഹരിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മുണ്ടൂർ തൂത റോഡിന്റെ പല ഭാഗങ്ങളിലും ആക്സിഡന്റ് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ കൂടിയൊരു വണ്ടി ആക്സിഡന്റായി. ഇതിൻ്റെ ഒരു കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ റോഡിന്റെ നിർമ്മാണ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ ഈ പ്രവൃത്തി നടത്തുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വളവും വലിയ ഇറക്കവും വളവും ഉള്ള ഭാഗത്ത് ഒരു സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയിൽ ചെയ്യേണ്ട ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നിടത്ത് അത് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഈ റോഡിന് അങ്ങോട്ട് ചെരിവുള്ള പ്രദേശത്ത് അത് പ്രതലം പരത്തി വരികയും അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെരിവ് വരണ്ടാത്ത ഭാഗത്ത് ചെരിവ് വരികയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപകടം ഇവിടെ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് തിരുവാഴിയോട് ഭാഗത്ത്. തിരുവാഴിയോട് വളരെ മോശമായ രീതിയിലുള്ളൊരു ഡൈവേർഷനാണ് കൊടുത്തിട്ടുള്ളത്. മണ്ണാർക്കാട് റോഡിലേക്കും ചെർപ്പളശ്ശേരിയിലേക്കും തിരിയുന്ന ഭാഗത്ത് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഏത് വഴിക്കാണ് തിരിക്കേണ്ടത് വരേണ്ടതെന്നുള്ളത്. പുതിയൊരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ വെച്ചിട്ടുമില്ല. അതിനുള്ള സ്ഥല സൗകര്യവുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിന്ന് ഇതിൻ്റെ അശാസ്ത്രീയത പരിഹരിച്ചുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ കരാറുകാരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉടൻ ഉണ്ടാവണമെന്നും. താഴെക്കൂട അരക്കുപറമ്പ് പുത്തൂർ GMLP സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കളിയിടം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയമുറ്റത്തും അകത്തും കളിയിടം ഒരുക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും പ്രീ പ്രൈമറി വിഭാഗത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായാണ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ സ്കൂളിൽ കളിയിടങ്ങൾ ഒരുക്കിയത്. പുറംകളിയിടം നജീബ് കാന്തപുരം MLAയും അകംകളിയിടം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയും ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണത്തിൽ LP സ്കൂളുകളും സ്കൂളിലെ അന്തരീക്ഷവും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് MLA പറഞ്ഞു. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾ, അതാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കേന്ദ്രം, അതാണ് അവരുടെ അടിത്തറ, അതാണ് അവരുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി രൂപപ്പെടുന്നത് ഒരു LP സ്കൂളിൽ വെച്ചിട്ടാണ്. ആ LP സ്കൂളിന്റെ അന്തരീക്ഷമാണ്, കൂട്ടുകാരാണ്, അധ്യാപകരാണ്, അവിടുത്തെ സംവിധാനങ്ങളും പഠന സൗകര്യങ്ങളും ഒക്കെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് കൊണ്ട് തന്നെ. താഴെക്കൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ അധ്യക്ഷയായി. SSK മലപ്പുറം DPC അബ്ദുൽ സലീം, മലപ്പുറം DPO മനോജ് കുമാർ, വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, പ്രധാനാധ്യാപിക NS ലളിത, വാർഡംഗം ഫസീല ബഷീർ, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, പെരിന്തൽമണ്ണ BPC സന്തോഷ് കുമാർ പാറൽ, വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥൻ വീരാപ്പു, SMC ചെയർമാൻ ഇല്യാസ്, PTA പ്രസിഡന്റ് VP ഹാരിസ്, MPTA പ്രസിഡന്റ് സുഹൈമത്ത്, മുൻ വാർഡംഗം PT ഹൈദ്രസ് ഹാജി, പ്രീ പ്രൈമറി അധ്യാപിക മുബീന തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂർ കണ്ണംകുണ്ട് മിനി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പഞ്ചായത്തിൻ്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം നടക്കുന്നത്.
ലെവലിംഗ് പൂർത്തിയാക്കി സൈഡ് കെട്ടൽ കൂടി പൂർത്തിയാകുന്നതോടെ ഇത് പഞ്ചായത്തിലെ മികച്ച സ്റ്റേഡിയമായി മാറും. അലനല്ലൂർ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ മൈതാനമാണ് കണ്ണംകുണ്ട് മിനി സ്റ്റേഡിയം. മൈതാനത്ത് കല്ലുകൾ പൊങ്ങിയ ഭാഗങ്ങൾ നിരത്തി സമാന്തരപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിക്കുന്നതെന്ന് വാർഡംഗവും വൈസ് പ്രസിഡന്റുമായ ഐഷാബി ആറാട്ടുതൊടി പറഞ്ഞു. ആദ്യം ഗ്രൗണ്ട് ലെവലാക്കുക എന്നുള്ളത്. ഗ്രൗണ്ട് ഈ ഭാഗത്തായിട്ട് നല്ല ഉറപ്പുള്ള പാറ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിരപ്പാക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ്, ഈ 10 ലക്ഷത്തിൽ ഒതുങ്ങിക്കൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് ആദ്യ തീരുമാനം ഉണ്ടായത്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൈക്ക ഫണ്ട് വിനിയോഗിച്ച ചില ഭാഗങ്ങൾ കരികൽ കെട്ടി സംരക്ഷിച്ചതല്ലാതെ മറ്റ് പ്രവൃത്തികളൊന്നും നടത്തിയിരുന്നില്ല. പിന്നീട് പ്രദേശത്തെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് മേളകൾ നടത്തി ലഭിക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ചായിരുന്നു മൈതാനം സംരക്ഷിച്ചു വന്നിരുന്നത്. കോവിഡ് കാലത്ത് പ്രതിസന്ധി കാരണം മേളകൾ നിലച്ചതോടെ പരിപാലനവും നിലച്ചു കിടപ്പായിരുന്നു. ഒരു ഭാഗം കാട് പിടിച്ച അധികൃതരുടെ അവഗണനയിൽ കിടന്ന സ്റ്റേഡിയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ന്യൂസും വാർത്ത നൽകിയിരുന്നു. 2 വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവിൽ 2 വശങ്ങളിൽ അതിർത്തി നിശ്ചയിച്ച് ചുറ്റുമതിൽ കെട്ടൽ പൂർത്തിയാക്കി. ലെവലിംഗ് പൂർത്തിയാക്കി സൈഡ് കെട്ടൽ കൂടി പൂർത്തിയാകുന്നതോടെ ഇത് പഞ്ചായത്തിലെ മികച്ച സ്റ്റേഡിയമായി മാറും. അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തനം കേരള സ്റ്റേറ്റ് പെൻഷൻ യൂണിയൻ നേതാവുമായിരുന്ന MT ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ MT ദാമോദര പണിക്കർ സ്മൃതി പുരസ്കാരം 2025 പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടർ MS പത്മനാഭൻ അർഹനായി. സെപ്റ്റംബർ 25 വൈകുന്നേരം 4 മണിക്ക് പട്ടാമ്പി അണ്ടലാടിയിലെ ദാമോദര പണിക്കരുടെ ഗൃഹാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1999 മുതൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ ജോലി നോക്കിവരുന്ന ഡോക്ടർ MS പത്മനാഭൻ നിലവിൽ അട്ടപ്പാടി കൊട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ടായി ജോലി ചെയ്തു വരികയാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ 25 വൈകുന്നേരം 4 മണിക്ക് പട്ടാമ്പി അണ്ടലാടിയിലെ ദാമോദര പണിക്കരുടെ ഗൃഹാങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സദസ്സിൽ വെച്ച് ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NP വിനയകുമാർ ഡോക്ടർ MS പത്മനാഭന് സമർപ്പിക്കും. യൂണിയൻ നേതാവ് M രാമചന്ദ്രൻ, ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ, MR ജയശങ്കർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. വിവിധ കലാവതരണങ്ങളും സദസ്സിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. പട്ടാമ്പി പാലിയേറ്റീവ് സൊസൈറ്റിയുടെ മുഖ്യ ചുമതലക്കാരൻ കൂടിയായ ഡോക്ടർ പത്മനാഭൻ അന്വദൃശ്യമായ സേവന പ്രവർത്തനം കൊണ്ടും അസാമാന്യമായ നേതൃപാടവം കൊണ്ടും ജനകീയാരോഗ്യ പ്രവർത്തനങ്ങളിൽ നാടിനാകെ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകുന്നതെന്ന് ദാമോദര പണിക്കരുടെ സഹോദരൻ MP കൃഷ്ണനുണ്ണി, സംഘാടക സമിതി കൺവീനർ MP ഗോപിനാഥൻ, ഡോക്ടർ CP ചിത്രഭാനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ നേതാവായിരുന്ന ശ്രീ MT ദാമോദര പണിക്കരുടെ അനുസ്മരണ സമിതിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ MT ദാമോദരൻ പണിക്കർ സ്മൃതി പുരസ്കാര വിതരണമാണ് ഈ മാസം 25-ാം തീയതി നടക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ കണ്ടെത്തി അവർക്ക് അർഹമായ രൂപത്തിലുള്ള അംഗീകാരം നൽകുക എന്നതാണ് ഈ പുരസ്കാരത്തിൻ്റെ ലക്ഷ്യം. പ്രാദേശികമായി ജനങ്ങൾക്ക് ഏറെ സുപരിചിതരായ ആളുകളെ തന്നെ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുക്കണം എന്ന നിർബന്ധം പുരസ്കാര നിർണയ സമിതിക്കും ഉണ്ടായി. ഈ വർഷത്തെ പുരസ്കാരം നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറായിട്ടുള്ള ശ്രീ MS പത്മനാഭന് നൽകുന്നതിന് പുരസ്കാര നിർണയ സമിതി ഏകകണ്ഠമായി തീരുമാനം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1999 മുതൽ സർക്കാർ മേഖലയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, പൊതുജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ആരോഗ്യ മേഖലയിലെ അവബോധം വളർത്തുന്നതിന് വേണ്ടിയും നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനകീയ ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ആദരവ് നേടിയ ഒരു വ്യക്തിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും വേതനവും ഉറപ്പാക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തിരുനാരായണപുരം സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം K. സലീഗ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജില്ലയുടെ പ്രസിഡന്റ് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കും. അത് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നീങ്ങും. ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത് ഏതാനും ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദേശീയ രംഗത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങളെ, സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ,
അതോടൊപ്പം നാം ജീവിക്കുന്നത് ഒരു സംസ്ഥാനത്താണ് എന്നതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടും പ്രത്യേകിച്ച് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ നേട്ടങ്ങൾ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടവരാണ് സ്ത്രീകൾ. അത് സമൂഹത്തിൽ പകുതിയിലധികം വരുന്നൊരു ജനവിഭാഗം എന്ന നിലയിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നാം നല്ല വ്യക്തത നമുക്ക് ആ കാര്യത്തിലുണ്ട്. കെ ശ്രീലത, സി രാജിക, സുനിത ജോസഫ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. പി അംബുജാക്ഷി അനുശോചന പ്രമേയവും സി ജി ഗീത രക്തസാക്ഷി പ്രമേയവും, ഏരിയ സെക്രട്ടറി പി എൻ നന്ദിനി പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ പ്രസിഡന്റ് കെ ഓമന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസാഖ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗൗരി, ബിന്ദു, കെ പി വസന്ത, എ കെ ഷീലാദേവി, ഏരിയ ട്രഷറർ എം കെ ദേവി, സി ജയശ്രീ, സി അനിത എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കെ ശ്രീലത പ്രസിഡന്റ്, സുനിത ജോസഫ്, പ്രേമ അംബുജാക്ഷി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, സി രാജിക സെക്രട്ടറി, ഉഷാനാരായണൻ, ജലജ, പി എൻ നന്ദിനി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, ടി ഷീജ ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. കരിമ്പുഴ പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ 70 വയസ്സ് പിന്നിട്ട BPL കുടുംബങ്ങൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടിയിലെ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കുമെല്ലാം പോഷകാഹാര കിറ്റ് നൽകുന്നത് അറിയാം. എന്നാൽ കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു പഞ്ചായത്ത് 70 വയസ്സ് പിന്നിട്ടവർക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യുന്നതെന്ന് MP പറഞ്ഞു. ഇങ്ങനെയൊരു പദ്ധതി വിഭാവനം ചെയ്തത് വളരെ മാതൃകാപരമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. എല്ലാറ്റിനും ഒരു മാനദണ്ഡമുണ്ടാകും. 70 വയസ്സ് കഴിഞ്ഞു പറഞ്ഞാൽ ഇതിനേക്കാൾ ഇരട്ടി പേര് വേറെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു സംരക്ഷണം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ അതിന് കൃത്യമായി BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറയുമ്പോൾ അതിലൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉള്ളൊരു പദ്ധതിയായിട്ടാണ് രൂപപ്പെടുത്തിയത്. 3 മാസ ഇടവേളയിലാണ് പഞ്ചായത്ത് കിറ്റുകൾ നൽകുന്നത്. ചടങ്ങിൽ പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, KK ഷൗക്കത്ത് അലി, K അനസ്, സമീറ സലീം, ഉമ്മർ കുന്നത്ത്, ബഷീർ EP, K രജിത, C വിജിത, C ചാമി, നിഷാരാമൻ, ലക്ഷ്മികുട്ടൻ, ഖദീജ കാസിം, R പ്രഭാവതി, ഫസീല നൌഷാദ് എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സുരേഷ് തെങ്ങിന്തോട്ടം, തങ്കവേലു PT, P മുഹമ്മദ് അലി, K നാരായണൻ, കൃഷ്ണനുണ്ണി മലയിൽ, ICDS സൂപ്പർവൈസർ വാണിശങ്കർ എന്നിവരും സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിൽ ഹരിതാരവം എന്ന പേരിൽ ഹരിത കർമ്മസേനയുടെയും ശുചിത്വ തൊഴിലാളികളുടെയും സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി ബന്ധപ്പെട്ട IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ശുചിത്വ കർമ്മസേനയുടെയും ശുചിത്വ തൊഴിലാളികളുടെയും സംഗമം ഒരുക്കിയത്. ഹരിതാരവം എന്ന പേരിലായിരുന്നു സംഗമം. ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം മുന്നേ എങ്ങനെയായിരുന്നോ പട്ടാമ്പി ടൗൺ ഉണ്ടായിരുന്നത്, ഇന്ന് എങ്ങനെയാണ് എന്ന് പ്രകടമായ മാറ്റം അല്ലെ. നമുക്ക് SC ആയിരം മുമ്പിലൊക്കെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അതിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യം കുമിഞ്ഞു കൂടിയിരുന്നു. ഇന്ന് നമുക്ക് പട്ടാമ്പി ടൗൺ എന്ന് പറയുന്നത് അത്തരത്തിലൊരു മാലിന്യ കൂമ്പാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ടൗൺ മേഖല മാത്രമല്ല, നമ്മുടെ ഉൾപ്രദേശങ്ങളിലടക്കം നമ്മൾ CCTV അടക്കം വെച്ചുകൊണ്ട് മാലിന്യം തള്ളുന്നതിനെതിരെ നമ്മൾ നല്ല നടപടി സ്വീകരിച്ചു വരികയാണ്. അതേപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. മറ്റ് നഗരസഭ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ച് ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പ് ഒറ്റപ്പാലം കിംഫ്ര പാർക്കിൽ ആരംഭിച്ച നിർമ്മാണ യൂണിറ്റ് KP നമ്പൂതിരീസ് MD ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ട് വർഷത്തോളമായി പേഴ്സണൽ കെയർ, ഹോം കെയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി കീഴടക്കി മികച്ച ബ്രാൻഡായി മാറിയ
ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പാണ് ലോക ആയുർവേദിക് ദിനത്തിൽ ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം കിംഫ്ര പാർക്കിൽ ആരംഭിച്ച പുതിയ ആയുർവേദിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് KP നമ്പൂതിരീസ് MD ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തില് മനാഫിന്റെ അച്ഛൻ, മനാഫിന്റെ ഉപ്പ മനാഫിനെ എങ്ങനെയാണോ വളർത്തി വലുതാക്കിയത് അതുപോലെ തന്നെയാണ് മനാഫും ഈ ഈസ്റ്റ് ഏഷ്യൻ സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വേണം പറയാം. കാരണം ഞങ്ങൾ ബന്ധപ്പെടുന്ന കാലത്ത് മനാഫ് വളരെ സൈലന്റ് ആയിട്ട്, വളരെ ശ്രദ്ധാലുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കുന്ന പ്രകൃതമല്ല മനാഫിന്. ആ പറയുന്ന ആളെയും പറയുന്ന സബ്ജക്റ്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അസസ് ചെയ്തിട്ട് എന്തെങ്കിലും തിരിച്ച് ഒരു 2 വാക്ക് ഇങ്ങോട്ട് പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ഇതെല്ലാം ബേസിക് ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് മനാഫ്. മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ആണ് മനാഫിന്റെ ആദ്യകാല എക്സ്പെർട്ടൈസ്. ഫിനാൻസിൽ മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ടൊരു ഇതുപോലുള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ 2-3 വർഷം ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്ത് പിന്നീട് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് അതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത് ഒരുപാട് കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ ഈ ആയുർവേദ ദിനം ആയിട്ടുള്ള ഇന്ന് ഈ ആയുർവേദിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. നേരത്തെ ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ലിയാന ആയുർവേദിക് സോപ്പിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. സ്ഥാപന MD TA അബ്ദുൾ മനാഫിന്റെ പിതാവ് അബ്ദുൾ അസീസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പ് MD TA അബ്ദുൾ മനാഫ് അധ്യക്ഷനായി. വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് അതിൻ്റെ കൊണ്ട് സാധ്യമായി. പിന്നീട് ഞങ്ങളത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ പല ആളുകളുടെയും ആവശ്യാനുസരണവും പിന്നെ മൊത്തം കോവിഡ് അനന്തരം സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊരു ആയുർവേദിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന ആശയം ഉടലെടുത്തത്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ ദിവസം. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഈശ്വരന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. പ്രയാസകരമായി ആരംഭിച്ച് എന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, പൂർണ്ണമായിട്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ആരംഭിക്കുകയും അതിനെ വളരെ വലിയ വളർച്ചയുടെ പടവുകളിൽ നയിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ചില എന്ത് ക്വാളിറ്റിയാണ് ഒരു വളരെ പ്രത്യേക ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ എല്ലാം ചേർന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന നിലയിലോ ഒക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന നിലയിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരും. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അതിൻ്റെയൊക്കെ ആളുകളായിട്ട് നമ്മുടെ ആളുകൾ തന്നെ ഉണ്ടാവും. മാനേജിംഗ് ഡയറക്ടറുടെ പിതാവ് T അബ്ദുൾ അസീസ് AT ഖാലിദിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. തുടർന്ന് സ്ഥാപനത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും ആദരിച്ചു. ഓപ്പറേഷൻ മാനേജർ വാണി നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ CA ഇർഷാദുൽ ഇസ്ലാം, ആനന്ദകുമാർ, M സബ്നം, കിംഫ്ര പാർക്ക് മാനേജർ S അനീഷ്, പ്രസിഡന്റ് മനോജ് കാർത്തികേയൻ, ഇന്ത്യൻ ബാങ്ക് ചീഫ് മാനേജർ മുരളീധരൻ, KSSSIA പ്രതിനിധി വിനീത് കുമാർ, BDM രവികുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആരോഗ്യകരവും ശുചിത്വവുമായ ചർമ്മത്തിന് ഒത്തിണങ്ങിയ രീതിയിൽ 14 പ്രകൃതിദത്ത ചേരുവകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലിയാന ആയുർവേദിക് സോപ്പിന്റെ നിർമ്മാണം. ചന്ദനം, മഞ്ഞൾ, നെല്ലിക്ക, ആര്യവേപ്പ്, വെളിച്ചെണ്ണ തുടങ്ങിയ 14ഓളം പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് ലിയാന ആയുർവേദിക് സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ലിയാന ആയുർവേദിക് സോപ്പ് വിപണികളിൽ എത്തുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പിന്റെ ഹോം കെയർ, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പുതിയ സംരംഭത്തിനും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി MD അറിയിച്ചു.
എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പൊട്ടച്ചിറ മലയിൽ ജുമാ മസ്ജിദിന് മുൻവശത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. കെ ബാബു, എൻ.പി. രാമകൃഷ്ണൻ, നവാസ് കളത്തിൽ, മൂസ പേങ്ങാട്രി, മൻസൂർ ഇമ്പാനു, വിജുകുമാർ, മുസ്തഫ മലയിൽ, ഷംസുദ്ദീൻ, ആബിദ്, മെലേദിൽ ബാബു, കോയ, ഷാഹിർ, മജീദ്, മുഹമ്മദ് അലി, സുലൈമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെർപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ഡിഷ് വാഷ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. അഗ്നി ചിറകുകൾ എന്ന പേരിൽ വീട്ടമ്മമാരായ വനിതകൾക്ക് വേണ്ടിയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. NSS പ്രോഗ്രാം ഓഫീസർ അൽഫീന സെബാസ്റ്റ്യനും NSS വളണ്ടിയർ അർച്ചനയും ചേർന്നാണ് വീട്ടമ്മമാർക്ക് പരിശീലനം നൽകിയത്. ഷീബ ജോർജ് പരിപാടിക്ക് ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം മമ്പലപ്പാറയിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹി. പട്ടാമ്പിയിൽ കഞ്ചാവ് വേട്ട. 7 കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് ബാഗിൽ കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. ചെർപ്പശ്ശേരിയിൽ SIക്ക് പട്ടാളക്കാരന്റെ മർദ്ദനം. മാങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ അതിക്രമം കാണിച്ചത് തടയാനെത്തിയപ്പോഴാണ് സംഭവം. കരസേനയിൽ ദഫേദാർ ക്ലർക്കായ കോങ്ങാട് പെരിങ്ങോട് സ്വദേശി സുരേഷിനെ അറസ്റ്റ് ചെയ്തു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക കൂടും. വാടക നിരക്കിൽ ഒക്ടോബർ 1 മുതൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ. വിധവാ പെൻഷനായി ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു വയോധിക. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ 60-കാരിയായ വസന്തകുമാരിയാണ് അർഹതപ്പെട്ട പെൻഷൻ ലഭിക്കാതെ വലയുന്നത്. നേരത്തെ കിട്ടിയിരുന്ന പെൻഷൻ 2025 ജനുവരി മുതൽ കിട്ടിയിട്ടില്ലെന്ന് വസന്തകുമാരി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൂടുതൽ സംവിധാനമൊരുക്കി ചെർപ്പശ്ശേരി നഗരസഭ. പുതിയ RRF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി MB രാജേഷ് നിർവഹിക്കും. നഗരസഭയെ അതിദരിദ്ര മുക്ത നഗരസഭയായി മന്ത്രി പ്രഖ്യാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.